വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്നു. ഇന്നത്തെ തമ്പ്നെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 5,000 രൂപയ്ക്ക് 50,000 രൂപ ആജീവനാന്തം പെൻഷൻ കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ 10,000 രൂപയ്ക്ക് 1,00,000 രൂപ എല്ലാ വർഷവും ആജീവനാന്തം നമുക്ക് പെൻഷൻ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ നിങ്ങൾക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഫിഗേഴ്സ് അല്ലാതെ പല ഫിഗേഴ്സ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. LICയുടെ ഈയിടെ ലോഞ്ച് ചെയ്ത ജീവൻ ഉത്സവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനാണ്. ആ പ്ലാൻ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടത്തെ അറ്റത്ത് ടേം കൊടുത്തിട്ടുണ്ട്. ടേം എന്ന് ഉദ്ദേശിക്കുന്നത് 120 എന്ന് ഉദ്ദേശിക്കുന്നത് 120 മാസങ്ങളാണ്. മാസം നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയവും മറ്റ് ഡീറ്റെയിൽസുമാണ് ഈ ഒരു കോളത്തിനകത്ത്, ഈ ഒരു ടേബിളിനകത്ത് ഞാൻ കാണിച്ചിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ കോളത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് സം അഷ്വേർഡ് ആണ്. അത് 5 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള സം അഷ്വേർഡ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്രീമിയാണ്. ഓരോ സം അഷ്വേർഡിനനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയങ്ങളാണ് മൂന്നാമത്തെ കോളത്തിനകത്ത് കൊടുത്തിരിക്കുക. നാലാമത്തെ കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇയർലി റിട്ടേൺ, നമുക്ക് കിട്ടുന്ന പെൻഷൻ, ഇയർലി കിട്ടുന്ന പെൻഷനാണ് നാലാമത്തെ കോളത്തിനകത്ത് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടേം എടുത്തിരിക്കുന്നത് 10 ഇയർ ആണ്. അപ്പോൾ 13th ഇയർ തൊട്ടാണ്, അതായത് 3 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതിൻ്റെ റിട്ടേൺസ് നമുക്ക് കിട്ടി തുടങ്ങുള്ളൂ. ഇനി അവസാനത്തെ ഒരു കോളത്തിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് ലൈഫ് കവറാണ്. ലൈഫ് കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഈ ഒരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ലൈഫ് കവർ എന്നുള്ള അവസാനത്തെ കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോ പ്ലാനായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഞാൻ കാണിച്ചിരിക്കുന്നത്, ഇതിനെല്ലാത്തിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ടേം 10 വർഷമാണ്, അല്ലെങ്കിൽ 120 മാസമാണ്. അപ്പോൾ മന്ത്ലി ആയിട്ടാണ് ഇതിനകത്ത് പ്രീമിയം കാണിച്ചിരിക്കുക. അതുകൊണ്ടാണ് ടേം 120 എന്ന് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി 5 ലക്ഷം രൂപ സം അഷ്വേർഡ് വരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത് 5,000 രൂപയാണ്. ഓരോ ഏജിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയാണ്. ഞാൻ റൗണ്ട് ഫിഗർ ആയിട്ടാണ് ഇങ്ങനെ 5,000 ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 5-10 രൂപ കുറയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യാം. 0 ഏജ് മുതൽ 3 മാസമുള്ള ഒരു കുട്ടിക്ക് മുതൽ 65 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിക്കാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ 5 ലക്ഷം രൂപ സം അഷ്വേർഡ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത് 5,000 രൂപയാണ് ഓരോ മാസവും നമ്മൾ അടയ്ക്കേണ്ടത്. അങ്ങനെ 10 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് 13ാമത്തെ വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടി തുടങ്ങുന്ന ഇയർലി റിട്ടേൺ എന്നുള്ളത് 50,000 രൂപ വെച്ചാണ് നമുക്ക് ഇതിന്റെ ഇയർലി റിട്ടേൺ കിട്ടുക. ഇത് കൂടാതെ നമുക്കൊരു ഇൻഷുറൻസ്, ഒരു ലൈഫ് കവർ കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു. അതാണ് 7 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ്. ഈ 7 ലക്ഷം രൂപ ലൈഫ് കവർ കിട്ടണമെങ്കിൽ 10 വർഷം നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്താലാണ് ഈ ഒരു 7 ലക്ഷം രൂപയിലേക്ക് നമ്മുടെ ലൈഫ് കവർ കൂടി വരിക. കാരണം ഇതിനകത്ത് ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആയിട്ടാണ് നമുക്ക് ഓരോ വർഷവും എമൗണ്ട് കയറി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 5 ലക്ഷവും ആ ഒരു വർഷം കയറുന്ന ഗ്യാരണ്ടീഡ് അഡീഷൻസും ഓരോ നമ്മുടെ സം അഷ്വേർഡിന്റെ 1000 രൂപയ്ക്ക് ഓരോ 1000ത്തിനും 40 രൂപ നിരക്കിലാണ് നമുക്ക് ഇതിന്റെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുക. അങ്ങനെ ഓരോ വർഷം ആഡ് ചെയ്ത് വരുമ്പോഴാണ് ഇത് 7 ലക്ഷത്തിലേക്ക് എത്തുക. അപ്പം 5 വർഷമൊക്കെയാണ് നമ്മൾ അടച്ചിട്ടുള്ളതെങ്കിൽ ഇതിന്റെ പകുതിയായിരിക്കും, അതായത് 5 ലക്ഷവും 6 ലക്ഷത്തോളം രൂപയായിരിക്കും നമുക്ക് ലൈഫ് കവർ ആയിട്ട് കിട്ടുക. 10 വർഷം ആകുമ്പോഴാണ് അത് 7 ലക്ഷത്തിലേക്ക് എത്തുക. അപ്പം 5 നമ്മുടെ സം അഷ്വേർഡും ഗ്യാരണ്ടീഡ് അഡീഷൻസും കൂടെ ചേർന്നാണ് ഈ ലൈഫ് കവർ നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ ആക്സിഡന്റ് കവർ നമുക്ക് കിട്ടുന്നത് 10 ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് ആക്സിഡന്റ് എത്ത് വരികയാണെങ്കിൽ ആക്സിഡന്റ് കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസേബിലിറ്റി കവറേജ് നമ്മുടെ സം അഷ്വേർഡിന്റെ നേരെ ഡബിൾ എമൗണ്ട് നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഈ ലൈഫ് കവർ എന്ന് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നോർമൽ ലൈഫ് കവർ ആണ്. ആക്സിഡന്റ് ലൈഫ് കവർ ആണെങ്കിൽ ഒരു അഡീഷണൽ സം അഷ്വേർഡ് കൂടെ നമുക്ക് ഇവിടെ കിട്ടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു വരി ഞാൻ കൊടുത്തിരിക്കുന്നത് 6 ലക്ഷം രൂപ സം അഷ്വേർഡ് ഉള്ള ഒരു പോളിസിയുടെ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ള മന്ത്ലി പ്രീമിയം എന്നുള്ളത് 6,200 ആണ്. നമുക്ക് ഇയർലി കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത് 60,000 രൂപ വെച്ചാണ് നമുക്ക് ഓരോ വർഷവും കിട്ടുന്നത്, അത് മരിക്കുന്നവരെയും. ഇപ്പൊ 100 വയസ്സ് വരെയല്ല ഉമംഗ് പോളിസി 100 വയസ്സിൽ എൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ 100 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഈ റിട്ടേൺ കിട്ടും. നമുക്ക് കിട്ടുന്ന ലൈഫ് കവർ എന്നുള്ളത് 8.4 ലാക്സ് ആണ് നമുക്ക് ഇതിന്റെ ലൈഫ് കവർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷം അടച്ചു കഴിയുമ്പോഴാണ് ഇത്രയും
എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇത് എത്തുന്നത്. അല്ലെങ്കിൽ 6 ലക്ഷവും ഗ്യാരണ്ടീഡ് അഡീഷൻസ് 2 വർഷമാണെങ്കിൽ 2 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻസും 6 ലക്ഷം രൂപയും കൂടെ ചേർന്നുള്ള എമൗണ്ടാണ് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ലൈഫ് കവർ. ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 5 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് 6 ലക്ഷം രൂപ. ആ നിരക്കിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈഫ് കവർ എന്നുള്ളത് 8.4 lakhs ആണ്. ഇനി മൂന്നാമത്തെ വരിയിലേക്ക് വരുമ്പോൾ 7 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം, മാസത്തിൽ അടയ്ക്കേണ്ട പ്രീമിയം 7200 രൂപയാണ്. നമുക്ക് കിട്ടുന്ന ഇയർലി റിട്ടേൺ 70,000 രൂപയാണ് ഓരോ വർഷവും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് 9.8 ലക്ഷം രൂപയാണ്. ഇനി അടുത്തൊരു വരിയിലേക്ക് വരുമ്പോൾ 8 ലക്ഷം രൂപ സം അഷ്വേർഡിനുള്ള പ്രീമിയം എന്നുള്ളത് ഓരോ മാസവും നമ്മൾ 10 വർഷത്തേക്ക് അടയ്ക്കേണ്ട പ്രീമിയം 8,300 രൂപയാണ്. നമുക്ക് കിട്ടുന്ന ഇയർലി റിട്ടേൺ എന്നുള്ളത് 80,000 രൂപയാണ്. 13ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇയർലി റിട്ടേൺ 80,000 രൂപയാണ്. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് 11.2 ലക്ഷം രൂപയാണ്. ഇത് നോർമൽ ലൈഫ് കവർ ആണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി അടുത്തൊരു വരിയിലേക്ക് വരുമ്പോൾ 9 ലക്ഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ പ്രീമിയം എന്നുള്ളത് 9,300 രൂപയാണ്. നമുക്ക് ഇയർലി കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത് 90,000 രൂപ വെച്ചാണ് നമുക്ക് 9 ലക്ഷം എടുക്കും. അതായത് സം അഷ്വേർഡിന്റെ 10% വെച്ചാണ് നമുക്ക് ഇവിടെ ഇയർലി റിട്ടേൺ കിട്ടുക. അപ്പോൾ 9 ആണെങ്കിൽ 90,000 രൂപയാണ് നമുക്ക് ഇവിടെ ഇയർലി റിട്ടേൺ ആയിട്ട് കിട്ടുക. 8 ലക്ഷം ആണെങ്കിൽ 80,000, 7 ആണെങ്കിൽ 70,000, 6 ആണെങ്കിൽ 60,000, 5 ആണെങ്കിൽ 50,000 ആ നിരക്കിൽ. അപ്പോൾ 9 ലക്ഷത്തിന്റെ ലൈഫ് കവർ എന്നുള്ളത് 12.6 ലക്ഷം രൂപയാണ്. ഇനി 10 ലക്ഷം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇയർലി പ്രീമിയം 10,200 രൂപയാണ്. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് 1 ലക്ഷമാണ്. 10 ലക്ഷത്തിന്റെ 10% 1 ലക്ഷം രൂപയാണ് നമ്മുടെ ലൈഫ് കവർ. ലൈഫ് കവർ അല്ല, ഇയർലി റിട്ടേൺ എന്നുള്ളത്. ലൈഫ് കവർ എന്നുള്ളത് 14 ലക്ഷം രൂപയാണ്. ഇനി 15 ലക്ഷം പ്രീമിയം നമ്മൾ എടുക്കുമ്പോൾ, 15 ലക്ഷം സം അഷ്വേർഡ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത് 15,300 രൂപയാണ് നമ്മുടെ പ്രീമിയം വരിക. നമുക്ക് കിട്ടുന്ന ഇയർലി റിട്ടേൺ 1.5 ലക്ഷം രൂപ വെച്ചാണ് നമുക്ക് എല്ലാ വർഷവും 13ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് 21 ലക്ഷം രൂപയാണ് നമുക്ക് ലൈഫ് കവർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ 20 ലക്ഷം രൂപയുള്ള ഒരു സം അഷ്വേർഡ് ഉള്ള പോളിസി നമ്മൾ 10 വർഷത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത് 20,400 രൂപയാണ് നമുക്ക് അടയ്ക്കേണ്ട പ്രീമിയം. നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അതായത് 20 ലക്ഷത്തിന്റെ 10% 2 ലക്ഷം രൂപയാണ് നമുക്ക് ഇയർലി റിട്ടേൺ ആയിട്ട് ഇവിടെ കിട്ടുക. 13ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ലൈഫ് ലോങ് കിട്ടും. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് 28 ലക്ഷം രൂപയാണ്. ഇനി 50 ലക്ഷത്തിന്റെ പോളിസിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത്, മന്ത്ലി പ്രീമിയം എന്നുള്ളത് 50,000 രൂപയാണ്. നമുക്ക് കിട്ടുന്ന ഇയർലി റിട്ടേൺ എന്നുള്ളത് 5 ലക്ഷം രൂപയാണ്. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് 70 ലക്ഷം രൂപയാണ്. ഇനി 75 ലക്ഷത്തിന്റെ ഒരു പോളിസിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ പ്രീമിയം എന്നുള്ളത് 75,000 രൂപയാണ്. ഓരോ മാസവും നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത് 75,000 രൂപയാണ്. 7.5 ലക്ഷം, അതായത് 75 ലക്ഷത്തിന്റെ 10% 7.5 ലക്ഷം വെച്ചാണ് നമുക്ക് ഇയർലി നമ്മുടെ സർവൈവൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് 1 കോടി രൂപയാണ് നമ്മുടെ ലൈഫ് കവർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ 1 കോടി സം അഷ്വേർഡ് ഉള്ള ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം എന്നുള്ളത് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ഒരു മാസത്തിൽ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഇയർലി റിട്ടേൺ എന്നുള്ളത് 1 കോടിയുടെ 10% 10 ലക്ഷം രൂപ വെച്ചാണ് നമുക്ക് എല്ലാ വർഷവും പോളിസി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 13ാമത്തെ വർഷം മുതൽ 13ാമത്തെ വർഷം എൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിന്റെ ഇയർലി റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് കവർ ആയിട്ട് നമുക്ക് കിട്ടുക ഒരു 1.4 കോടി രൂപയുടെ ലൈഫ് കവർ. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫ് കവർ ആയിട്ടുള്ള ഈ ഒരു എമൗണ്ട് നമ്മുടെ നോമിനിക്ക് കിട്ടും. അതുപോലെ തന്നെ ആക്സിഡന്റൽ കവറേജ് ആണ് വരണമെങ്കിൽ, ആക്സിഡന്റൽ ഡെത്ത് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു സം അഷ്വേർഡ് കൂടെ എക്സ്ട്രാ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കിട്ടുക. പിന്നെ ഇതിന്റെ ഇയർലി റിട്ടേൺ എന്നുള്ളത് നമുക്ക് അങ്ങനെ പോലെ ഇയർലി നമുക്ക് ഒന്നിച്ച് വാങ്ങാം. അല്ലെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫ്ലെക്സി ഓപ്ഷൻ ആണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയുടെ അകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ അതിന്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് അറിയാം. അതിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ അത് ഇയർലി വാങ്ങാതെ LICയിലേക്ക് തന്നെ തിരിച്ച് നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഫ്ലെക്സി അക്കൗണ്ടിൽ നമ്മുടെ ഇയർലി റിട്ടേൺ അവിടെ വന്ന് കിടക്കും. അപ്പോൾ ഓരോ വർഷവും നമുക്ക് 5.5% വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതിന്റെ മുകളിൽ കിട്ടും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടോട്ടൽ കിടക്കുന്ന എമൗണ്ടിന്റെ മുകളിലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓരോ വർഷം ആഡായി വന്നുകൊണ്ടിരിക്കുന്നത് 5.5% വെച്ച്. അപ്പൊ അതൊരു ATM പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോൾ നമുക്ക് ഫണ്ടിന് ആവശ്യം വരുമ്പോഴും ഇതിനകത്തുനിന്ന് ടോട്ടൽ അക്യുമുലേറ്റ് ചെയ്ത ഫണ്ടിന്റെ 75% ഒരു പോളിസി ഇയറിൽ നമുക്ക് വിത്ഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിപരമായിട്ട് നന്നായി ചിന്തിച്ച് നല്ല രീതിയിൽ ഇത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് നമുക്കിത് റിട്ടേൺസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉമങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ലൈഫ് കവർ കൂടി വരില്ല. കാരണം നമുക്ക് പേയ്മെന്റ് അടയ്ക്കുന്ന വർഷങ്ങളിൽ മാത്രമാണ് ഇതിന്റെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് ഫിക്സ്ഡ് ആയിരിക്കും. ഉമങ്ങിനെ പോലെ ലൈഫ് കവർ കൂടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല.
പിന്നെ നമ്മൾ 10 വർഷമാണ് പേയ്മെന്റ് അടയ്ക്കണുള്ളെങ്കിലും നമുക്ക് ആക്സിഡന്റ് കവറേജ് അതുപോലെ തന്നെ ഡിസേബിലിറ്റി കവറേജ് 70 വയസ്സ് വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ടേം റൈഡറോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറോ ഇതിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ 10 വർഷത്തെ പ്രീമിയത്തിനകത്ത് നമുക്ക് 75 വയസ്സ് വരെ അല്ലെങ്കിൽ 35 വർഷം വരെ ഇതിന്റെ കവറേജ് നമുക്ക് എക്സ്ട്രാ നീട്ടി കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 15 തരം അസുഖങ്ങളാണ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിനകത്ത് കവർ ചെയ്ത് വരുന്നത്. അതിനകത്ത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, മേജറായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഒക്കെ നമുക്കറിയാം, വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ ഈ 75 വയസ്സ് വരെ ഇതിന്റെ കവറേജ് കിടക്കണോണ്ട് നമുക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 75 വർഷമോ അല്ലെങ്കിൽ 35 വർഷമോ അല്ലെങ്കിൽ 75 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്? 35 വർഷമാണ് ആദ്യം വരണമെങ്കിൽ അവിടെ വെച്ച് അത് എൻഡ് ചെയ്യും അതിന്റെ കവറേജ്. 75 വയസ്സാണ് ആദ്യം വരണമെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവും. അപ്പൊ അതുവരെയും ഇതിന്റെ കവറേജ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് വളരെ കൂടുതലാണ്. 10 വർഷത്തെ പേയ്മെന്റ് നമുക്ക് ഇതിന്റെ കവറേജ് ത്രൂ ഔട്ട് കിട്ടും. ഉദാഹരണത്തിന് നമ്മളൊരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം വരെ നമുക്ക് ഇതിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എടുക്കാം. അപ്പൊ എപ്പോഴെങ്കിലും അസുഖം വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ 10 ലക്ഷം അഡീഷണൽ ആയിട്ട് കിട്ടും. നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് എല്ലാം നമ്മളിവിടെ നോക്കുക, എത്രയാണോ കവറേജ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്കിവിടെ കിട്ടും. ഹാർട്ട് അറ്റാക്കിന്റെ തുടക്കമാണെങ്കിൽ നമുക്കിത് കിട്ടും, മേജർ ആയിട്ടുള്ള അറ്റാക്ക് വരികയാണെങ്കിൽ കിട്ടും. അതുപോലെയുള്ള 15 തരം അസുഖങ്ങളാണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആഡ് ഓൺ ബെനിഫിറ്റ്സ് നമുക്ക് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ 3 മാസം മുതൽ കിട്ടുന്ന ജോയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളിസി കൂടെയാണ്. 18 വയസ്സ് മുതലാണ് കുട്ടികൾക്ക് റിട്ടേൺസ് കിട്ടി തുടങ്ങുക. അപ്പൊ അവരുടെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഈ പോളിസി പ്രൊവൈഡ് ചെയ്യും. അത് കുട്ടികളെ സംബന്ധിച്ച് അവർ മരിക്കുന്നവരെ ഇതിന്റെ റിട്ടേൺസ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 1 രൂപ പോലും പിന്നീട് എക്സ്ട്രാ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പൊ നമ്മള് ടോട്ടൽ ഇത് നോക്കുമ്പോൾ നമ്മുടെ പ്രീമിയം ഒരിക്കലും കൂടി വരുന്നില്ല. ആകെ 120 തവണയാണ് നമ്മളൊരു ചിട്ടി, വലിയൊരു ചിട്ടി, 10 വർഷത്തെ ഒരു 120 ഇൻസ്റ്റാൾമെന്റ് ഉള്ള ഒരു ചിട്ടി അടയ്ക്കുന്ന പോലെ തന്നെ നമുക്കിത് അടച്ചു പോവാം. പിന്നെ ഇത്തരം ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഇതിന് ചിട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് കൂടിയാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഫാമിലിയുടെ കാര്യം സേഫ് ആണ്. ചിട്ടിയുടെ കാര്യം നമുക്കറിയാം, ഇത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ട് ചിട്ടിയിലേക്ക്. അപ്പൊ ഇവിടെ നമുക്ക് പാർട്ടിക്ക് എന്തെങ്കിലും ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഈ ലൈഫ് കവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് നോമിനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ചിട്ടിയായിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാനാണ് 10 വർഷത്തെ. ഇതിന്റെ മിനിമം പേയ്മെന്റ് ടൈം വരുന്നത് 5 വർഷമാണ്. നമുക്ക് 5 വർഷം കൊണ്ട് വേണമെങ്കിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടോട്ടലി നല്ലൊരു പാക്കേജ് പോളിസി തന്നെയാണ് ജീവന ഉത്സവം എന്നുള്ളത്. അപ്പൊ നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോളിസി നമുക്ക് എടുക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ അത് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം പ്ലാൻ എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകി നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.